അപ്പോൾ നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി പറയാൻ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മംഗൂസും ആ സ്നേക്കും തമ്മിലുള്ള ആ ഫൈറ്റിന് ശേഷം മുത്തശ്ശന് ആ വീട്ടിലെ മംഗൂസിനെ നിർത്താൻ സമ്മതിക്കുന്നതും ഒക്കെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമുക്ക് ബാക്കി കഥയിലേക്ക് പോവാം. The banyan tree was also setting for what we were to call the strange case of the grey squirrel and white rat. അതായത് ഇനി പറയാൻ പോകുന്നത് ഈ ബനിയൻ ട്രീ എന്ന് വെച്ചാൽ വേറൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തെന്നാന്ന് വെച്ചാൽ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കേസാണ് ഈ ഗ്രേ സ്ക്വയറുകളും വൈറ്റ് റാറ്റും തമ്മിലുള്ള അവരുമായിട്ട് ചുറ്റിപ്പറ്റി നടന്ന ഒരു സംഭവം. അതാണ് ഇനി ബാക്കി പറയാൻ പോകുന്നത്. ഈ the white rat was grandfather's. He had bought it from the bazaar for 4 annas. അതായത് ഈ വൈറ്റ് റാറ്റ് എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ്റെതാണ്. അത് അദ്ദേഹം ഒരു 4 അണയ്ക്ക് ബസാറിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഗ്രേ സ്ക്വയറിൽ എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഫ്രണ്ടാണ്. ആരെ? ഈ ഓദറിൻ്റെ ആദ്യത്തെ ഫ്രണ്ടാണ് ആര്? ഈ ഗ്രേ സ്ക്വയറുകൾ. അപ്പോൾ ഈ വൈറ്റ് റാറ്റ് എന്ന് വെച്ചാൽ ഗ്രാൻഡ് ഫാദർ ബസാറിൽ നിന്ന് വാങ്ങിയ ഒരു റാറ്റും കൂടിയാണ്. But I would often take it with me into the roots and branches of the old tree. അപ്പോൾ ഈ വൈറ്റ് റാറ്റിനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഓദർ കുട്ടി എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഈ ബനിയൻ ട്രീയുടെ അടുത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. ഈ റൂട്ട്സിൻ്റെ അടുത്തും ബ്രാഞ്ചസിൻ്റെ ഒക്കെ ഈ അടുത്ത് കൊണ്ടുപോകാറുണ്ട്. ബനിയൻ ട്രീ വേർ ഇറ്റ് സൂൺ സ്ട്രക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ ഓഫ് ദ സ്ക്വിറൽസ്. ദേ വുഡ് ഗോ ഓഫ് ടുഗദർ ഓൺ ലിറ്റിൽ എക്സ്ക്യൂഷൻസ് എമോങ് ദ ബ്രാഞ്ചസ്. അതായത് ഈ ബനിയൻ ട്രീയിൽ പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈ റാറ്റ് എന്താക്കി, അവിടെയുള്ള ഒരു സ്ക്വയറുകളുമായിട്ട് അണ്ണാനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. അവരിടക്കിടക്ക് ഇങ്ങനെ എന്താ പറയുക, മരത്തിൻ്റെ ബ്രാഞ്ചസ് മീൻസ് ശിഖരങ്ങളിലൊക്കെ ഇങ്ങനെ പോകാനും തുടങ്ങി. Then the squirrel started building a nest. അതായത് ഈ സ്ക്വയറൽ എന്ത് ചെയ്ത് നെസ്റ്റ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. At first she tried building it in my pockets, and when I went indoors and changed my clothes I would find straw and grass falling out. അതായത് ആദ്യം ഈ സ്ക്വയറൽ ഈ കുട്ടിയുടെ പോക്കറ്റിലാണ് കൂടുണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെ ഈ കുട്ടി വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നേരോ അതിൽ നിന്നിങ്ങനെ സ്ട്രോ മീൻസ് വൈക്കോലും പിന്നെ ഗ്രാസസ് പുല്ലും ഒക്കെ ഇങ്ങനെ വീഴുന്ന കണ്ടപ്പോൾ മനസ്സിലായത് ഓക്കെ, ഇത് ഇനി എൻ്റെ പോക്കറ്റിലാണ് ഈ അണ്ണാന് കൂട് കൂട്ടാൻ നിൽക്കുന്നതെന്ന്. ദെൻ വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് knitting വാസ് മിസ്സിങ്. അതായത് ഒരു ദിവസം മുത്തശ്ശിയുടെ knitting, അതായത് തുന്നൽ ഉപയോഗിക്കുന്ന സാധനം മിസ്സിങ് ആണ്. വി ഹൺഡ്രഡ് ഫോർ ഇറ്റ് എവരിവർ ബട്ട് വിത്തൗട്ട് സക്സസ്. അതായത് അവർ ഇത് വീട് മൊത്തം അലിച്ചു പെറുക്കി ഈ സാധനം കാണാനായിട്ട് സെർച്ച് ചെയ്തു, പക്ഷെ അത് എവിടെയും തന്നെ കിട്ടിയില്ല. നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഗ്ലിൻഡിങ് ഇൻ ദ ഹോൾ ഇൻ ദ ബനിയൻ ട്രീ. ഒരു ദിവസം ഇങ്ങനെ പിറ്റേ ദിവസം ഇങ്ങനെ മരത്തിൽ കയറുമ്പോൾ മരത്തിൽ നിന്ന് എന്തോ ഇങ്ങനെ തിളങ്ങുന്ന കണ്ടു. Going up to investigate, I saw that it was the end of the grandmother's steel knitting needle. അതായത് അതെന്താണെന്ന് നോക്കാൻ വേണ്ടി മരത്തിൽ കയറി നോക്കിയപ്പോൾ കണ്ടത് ഈ ഗ്രാൻഡ് മദറിൻ്റെ knitting നീഡിലാണ്, അതായത് തുന്നാൻ ഉപയോഗിക്കുന്ന ഈ സൂചിയാണ് കണ്ടത്. On looking further, I discovered that the hole was crammed with knitting. അതായത് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ നിറച്ചും ഈ knittingന് ഉപയോഗിക്കുന്ന സാധനങ്ങളായിരുന്നു. ആൻഡ് എമംഗ്സ്റ്റ് ദ വൂൾ വിയർ 3 baby squirrels, all of them white. അതിൻ്റെ ഇടയിൽ ഈ കമ്പിളി ഉണ്ടല്ലോ ഈ തുന്നാൻ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഇടയിൽ കാണാം 3 ബേബി സ്ക്വയറൽസ്, 3 അണ്ണാൻകുഞ്ഞുങ്ങൾ, അതും വെള്ള നിറത്തിലുള്ളത്. Grandfather had never seen white squirrels before and we gazed at them in wonder. അതായത് മുത്തശ്ശൻ ഇതുവരെ തന്നെ ഒരു വെള്ള നിറത്തിലുള്ള അണ്ണാൻകുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുവാണ് ഈ വെള്ള കളർ അണ്ണാൻകുഞ്ഞിനെ കണ്ടിട്ട്. We were puzzled for some time, but when I mentioned the white rat's frequent visits to the tree, grandfather told me that the rat must be the father. അതായത് ഞങ്ങളൊക്കെ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോൾ, പസിൽ മീൻസ് ആശയക്കുഴപ്പത്തിൽ ആയിരിക്കുമ്പോൾ എന്താ പറയുക, പെട്ടെന്ന് ഞാൻ മുത്തശ്ശനോട് പറഞ്ഞു, ഈ വെള്ള റാറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരത്തിലേക്ക് പോകാറുണ്ട്, ഞാൻ കൂട്ടിക്കൊണ്ടുപോകാറുണ്ട് എന്ന്. അപ്പം ഗ്രാൻഡ് ഫാദർ ടോൾ മീ ദാറ്റ്, അതായത് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു എന്നാൽ ഇതിൻ്റെ അച്ഛൻ എന്താവും, ഈ വെള്ള റാറ്റായിരിക്കും.
Rats and squirrels were related to each other, he said, and so it was possible for them to have a offspring in the case. അതായത് റാറ്റ്സും സ്ക്വിറൽസും ബന്ധപ്പെട്ടതാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് മക്കളുണ്ടാകാൻ സാധ്യതകളുണ്ട്. ഇൻ ദിസ് കേസ് അപ്പോൾ ഇക്കാര്യത്തിൽ വെള്ള അണ്ണാൻകുഞ്ഞുങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കഥ അവസാനിക്കുവാണ്. അപ്പോൾ ഈ കഥയിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് ബനിയൻ ട്രീയുമായിട്ട് ചുറ്റിപ്പറ്റി നടന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ ഓതർ തൻ്റെ ഓർമ്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ചെറുപ്പത്തിലുള്ള ഓരോ കാര്യങ്ങളുമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പാമ്പും അണ്ണാനല്ല പാമ്പും കീരിയുമായിട്ടുള്ള ഫൈറ്റ് ആയാലും ഈ വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളായാലും എല്ലാം തന്നെ എന്താ പറയുക, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ടാണ് ഈ ഓതർ കാണുന്നത്. അപ്പോൾ നമ്മളെ ഈ കഥ അവസാനിച്ചിക്കുക. നമ്മൾ ഈ കഥ ഇന്നത്തോടെ തീർന്ന്. ഇത്ര 4 പാർട്ടായിട്ട് ഇടണമെന്നൊന്നും വിചാരിച്ചതല്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആക്ടിവിറ്റീസും കാര്യങ്ങളും എന്നൊക്കെ അടുത്ത ക്ലാസ്സിന് ഞാൻ പറയും. ഓക്കെ. ഈ ചാപ്റ്ററിൽ നമ്മൾ നല്ലപോലെ നോക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ലെറ്റേഴ്സ് ആയിരിക്കും കൂടുതൽ വരാൻ. പിന്നെ ഈ മംഗൂസിൻ്റെയും സ്നേക്കിൻ്റെയും കാര്യങ്ങൾ എന്താ പറയുക, അവരെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കഥയിൽ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാച്ചുറായിട്ട് കുട്ടിക്കുള്ളൊരു ബന്ധം എന്താണെന്നും നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാം. പിന്നെ ഓതറിൻ്റെ പ്രൊഫൈല് നല്ലപോലെ നോക്കണം. അപ്പോൾ പ്രൊഫൈല് നമുക്ക് ഒന്നുകൂടെ നോക്കാം വേണമെങ്കിൽ, കാരണം ഞാൻ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ പറയാം. കഥ എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ടാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ ഓതറാണ്. പക്ഷേങ്കിൽ അദ്ദേഹം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒരു ബ്രിട്ടീഷ് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു റോയൽ എയർഫോഴ്സ് ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ എഴുതിയത് 17ാമത്തെ വയസ്സിലാണ്. ആ നോവലിൻ്റെ പേര് ദ റൂം ഓൺ ദ റൂഫാണ്. ഇതൊക്കെ നല്ലപോലെ നോക്കി വെക്കുക. ഇറ്റ് ഗോട്ട് ജോൺ ലെവലിംഗ് റൈസ് പ്രൈസ് ഇൻ 1957. അതായത് 1957 അദ്ദേഹത്തിന് ജോൺ ലെവലിൻ റൈസ് പ്രൈസ് കിട്ടി. പിന്നെ ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻ ബുക്ക് വാസ് ദ ആംഗ്രി റിവർ ആണ്. ഇൻ 1992 ഹി റിസീവ്ഡ് ദ സാഹിത്യ അക്കാദമി അവാർഡ്. അദ്ദേഹത്തിന് 1992 അതായത് 1992 കിട്ടി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി കളക്ഷനാണ് അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ഡെഹ്റ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ കഥകൾ കൂടുതലും നാച്ചുറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ടൈറ്റിലിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ ഇൻ 1999. അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് കിട്ടിയത് 1999 അതും ചിൽഡ്രൻ ലിറ്ററേച്ചറിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയതുകൊണ്ടാണ് അത് കിട്ടിയത്. പിന്നെ ഹി ഗോട്ട് ദ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട് റസ്കിൻ ബോണ്ടിന്. അത് 2017 കിട്ടിയത്. ഹി നൗ ലിവ്സ് വിത്ത് ഹിസ് അഡോപ്റ്റഡ് ഫാമിലി ഇൻ ലാൻഡോർ നിയർ മിസൂറി. അദ്ദേഹം മിസൂറിയിലാണ് താമസിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രൊഫൈല് നോക്കുമ്പോൾ നോക്കേണ്ടത്. പിന്നെ ഇതിൽ നിന്ന് വരാവുന്ന ചോദ്യം ഭാഗം എന്ന് വെച്ചാൽ ഈ മംഗൂസിൻ്റെയും സ്നേക്കിൻ്റെയും ഫൈറ്റ് സീനും അവരുടെ പ്രത്യേകതകളും ഒക്കെ നല്ലപോലെ നോക്കുക. അപ്പോൾ ആക്ടിവിറ്റീസ് എന്താണെന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ വന്ന് പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് നല്ലപോലെ വായിക്കാം. ഓക്കെ.